നിങ്ങൾ ചിന്തിക്ക്, എങ്ങനെയെങ്കിലും കുറച്ചു പൈസ സംഘടിപ്പിച്ച് നമ്മളൊന്ന് തറയിടും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലും കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ സ്വർണമെല്ലാം കൂടെ വിറ്റുപറക്കി എങ്ങനെയെങ്കിലും ആ വീട് വാർക്കുന്നത് വരെ കൊണ്ടെത്തിക്കും. അത് കഴിയുമ്പോൾ പൈസയില്ല. ഭാര്യ പറയും, ഇക്കാ പൈസയില്ലെങ്കിൽ പലിശയ്ക്കെടുക്കാൻ, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ. എന്നാ ചിന്തിച്ചു നോക്കൂ, പടച്ചവനെ, ഒന്നുമില്ലാത്ത എനിക്ക് അള്ളാഹു വസ്തു തന്നു, ജാഗ തന്നു. അതിനകത്ത് അല്ലാഹു മഴ പെയ്യാൻ നനയാതെ കിടക്കാനുള്ള ഒരു വീട് തന്നു. കുറച്ച് ക്ഷമിച്ച അതിനകത്ത് കയറി താമസിക്കാനുള്ള അവസരം കൂടെ അല്ലാഹു തരുമല്ലോ. നമ്മളതല്ല, ആ സമയത്ത് പോയി ലോൺ എടുക്കും, പലിശയ്ക്കെടുക്കും, സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് ആ പലിശയുടെ പൈസ കൊണ്ട് വീട് കെട്ടും. പിന്നെങ്ങനെ ആ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാൻ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഹറാമിൽ പോയി ചാടരുത്. ഭാര്യ പറഞ്ഞാൽ കേൾക്കരുത്. ഭാര്യ പറഞ്ഞാൽ, ഇനി ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും കേൾക്കരുത്. ഹറാമായ പൈസ കൊണ്ടൊരു വീട് കെട്ടിയിട്ട് ആ വീടിൻ്റെ അകത്ത് കയറി നിസ്കരിച്ചാൽ ശരിയാവുമോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ലോൺ എടുത്ത് വീട് വെച്ചു, അല്ലെങ്കിൽ പലിശക്കെടുത്ത് വീട് വെച്ചു. ആ വീടിൻ്റെ അകത്ത് നിസ്കരിച്ചാൽ മനസമാധാനം കിട്ടുമോ? നമുക്ക് പറ, സമാധാനം കിട്ടുമോ? നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടോ? ഈ മക്കാമിൻ്റെ മുന്നിലിരുന്ന് പറ, അതിനകത്ത് കയറി 2 റക്അത്ത് സമാധാനത്തോടെ നിസ്കരിക്കാൻ കഴിയുമോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് ദുആ ചെയ്, അള്ളാഹുവിനോട് ദുആ ചെയ്. ഇവിടെ നിങ്ങളുടെ കയറി വരുമ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ, സ്വന്തമായിട്ടൊരു വീടില്ല, വലിയ കടമ ഉസ്താദെ, ദുആ ചെയ്യണം, സ്വന്തമായിട്ടൊരു വീട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഈ സദസ്സിലിരിക്കുന്ന ആർക്കെല്ലാം സ്വന്തമായിട്ടൊരു വീടില്ലയോ റബ്ബെ, എല്ലാവർക്കും അള്ളാഹുവെ നീ ഭവനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഒരു സ്വന്തമായിട്ടൊരു ഭവനം നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് അള്ളാഹു തരുന്ന ഒരു അനുഗ്രഹമാണ്. വീട് പണിയുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷേ ഇന്ന് വീട് പണിയുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക നിയമം അനുസരിച്ച് വീട് പണിയുമ്പോൾ 2 കാര്യം നിർബന്ധമായിട്ടും നോക്കണം. വീട് പണിയുമ്പോൾ നിർബന്ധമായിട്ടും നോക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ? വേണ്ട. സ്വന്തമായിട്ട് വീടുള്ളവർക്ക് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരത്തില്ല. സ്വന്തമായിട്ട് വീടുള്ളവർക്ക് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഉറക്കം വരത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പണ്ടുള്ള വീടുകൾ, നിങ്ങളുടെ തറവാടുകളിലേക്ക് നിങ്ങൾ പോയി നോക്കണം. പണ്ടുള്ള വീടുകളിലും ഇന്നത്തെ വീടുകളിലും കാണാത്ത ഒരു കാര്യമുണ്ട്. പണ്ടുള്ള വീടുകളിൽ ഫ്രണ്ടിലെ വാതിലിലൂടെ കയറിയാൽ ആ വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ജനലോ ഒരു വാതിലോ കാണാൻ കഴിയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ?